ജനതാദൾ സെക്യുലർ കേരള ഘടകം ഇന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിയിലേക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് എന്നിവർ ഉൾപ്പെടുന്ന നേതൃത്വമാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കുക. JDS ലയിച്ചാൽ അയോഗ്യരാവില്ലെന്നും സോഷ്യലിസ്റ്റുകൾ ഒന്നിക്കണമെന്നും തന്നെയാണ് തന്റെ അഭിപ്രായമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർഗീയത കൂടെ ചേർത്ത് BJP കൂടുതൽ അപകടകാരിയും എന്നാൽ കോൺഗ്രസ് എതിർക്കപ്പെടേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടിയുമെന്ന് ദേശീയ പ്ലീനറി സമ്മേളനം തീരുമാനിച്ചതിന് വ്യത്യസ്തമായിട്ടാണ് കർണാടക സംസ്ഥാനത്തിൽ BJPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുകയും മോഡി ഗവൺമെൻറ്റിൽ പങ്കാളിയാകുകയും ചെയ്തു. അന്നു മുതൽ മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്ന ദിവസമാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയിലേക്കുള്ള ലയനം. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നിതിൻ അംബുജൻ തത്സമയം ചേർന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. 3 വർഷമായി തുടരുന്ന ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയായിരുന്നു ജനതാദൾ എസ് കേരള ഘടകം നേരിട്ടത്. കാരണം കേന്ദ്രത്തിൽ BJPക്കൊപ്പവും സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കൊപ്പവും ചേരുന്നത് സംബന്ധിച്ച് വലിയ ആക്ഷേപവും വിമർശനവും ഇടതുമുന്നണി പലപ്പോഴും നേരിട്ടിരുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ഒരു പുതിയ പാർട്ടിയിലേക്ക് ലയിച്ചുകൊണ്ട് ഇടതിനൊപ്പം നിലയുറപ്പിക്കാൻ തീരുമാനിച്ചത്. JDSന്റെ ദേശീയ ഘടകത്തെ പിണക്കിയാൽ MLA സ്ഥാനം നഷ്ടമാകും. അതേസമയം തന്നെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പുറത്തുവരേണ്ട ഒരു സാഹചര്യമാകും ദേശീയ ഘടകത്തെ അംഗീകരിച്ചാൽ. ആ ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ 3 വർഷം അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇക്കുറി പുതിയ പാർട്ടിയിൽ ലയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയോഗ്യത ഭീഷണി ഉണ്ടാകില്ല. അങ്ങനെ ഇടതിനൊപ്പം തന്നെ MLA സ്ഥാനം വെച്ചുകൊണ്ട് നിലയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളിൽ തന്നെ JDS മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലയനം നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണിയോട് തന്നെ എറണാകുളത്തെ ടൗൺ ഹാളിൽ ഈ പരിപാടി നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ എത്തും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ ഘടകത്തിന്റെ ഒരു നിലപാടിൽ എതിർത്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി JDS സംസ്ഥാനത്ത് നിലയുറപ്പിച്ചത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ലയനം വരാനിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇടതിനൊപ്പം മുന്നോട്ട് പോകാൻ തന്നെയാണ് JDSന്റെ കേരള ഘടകത്തിന്റെ തീരുമാനം. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ പാർട്ടിയിലേക്ക് ലയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ജനതാദളിന്റെ ചില നേതാക്കളൊക്കെ തന്നെ യോഗം ചേർന്നിരുന്നു. ആ യോഗം ചേർന്ന നേതാക്കൾ തങ്ങൾക്കൊപ്പമുള്ളവരല്ല എന്നാണ് ദേവഗൌഡ എടുത്ത നിലപാട്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം, സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ദേവഗൌഡ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഒരു ഉചിതമായ സമയത്ത് ഉചിതമായ നിലപാടെടുക്കുമെന്നാണ് ദേവഗൌഡ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്നലെ യോഗം ചേർന്നവരെ ഇന്ന് മാത്യു ടി തോമസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇടതിനൊപ്പം മുന്നോട്ട് പോകുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ പാർട്ടിയിലേക്ക് ലയിക്കാനുള്ള തീരുമാനം ഇന്ന് രാവിലെ 10 മണിയോടെ സ്വീകരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.